ഹായ് എവ്രി വൺ, ഞാൻ ഇന്നിവിടെ എക്സസൈസിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ വെദർ ദ സ്പേസ് ഓഫ് റിയൽസ് വിത്ത് യൂഷ്വൽ ടോപ്പോളജി ഈസ് സെപ്പറബിൾ. ദ സ്പേസ് ഓഫ് റിയൽസ് വിത്ത് യൂഷ്വൽ ടോപ്പോളജി സെപ്പറബിൾ ആണോ അല്ലയോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് സ്പേസ് ആർ യു, അവർ ആർ ഇസ് എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് യു ഇസ് ദ യൂഷ്വൽ ടോപ്പോളജി. ഈ സ്പേസ് സെപ്പറബിൾ ആണോ എന്ന് നോക്കണം. For the usual topology on real line, the family of all open intervals with rational endpoints is a base. This base is countable, although neither the set of real numbers nor the usual topology is countable. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് യൂഷ്വൽ ടോപ്പോളജി ഓൺ ആറിൻ്റെ ബേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ ഇൻറ്റർവൽസ് വിത്ത് റാഷണൽ എൻഡ് പോയിൻറ്റ്സ് ആണ്. റാഷണൽ നമ്പേഴ്സ് എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന ഓപ്പൺ ഇൻറ്റർവൽസിൻ്റെ കളക്ഷനാണ് യൂഷ്വൽ ടോപ്പോളജി ഓൺ ആറിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ഈ ബേസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾദോ നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അതുപോലെ തന്നെ യൂഷ്വൽ ടോപ്പോളജിയും കൗണ്ടബിൾ അല്ലെങ്കിൽ കൂടെയും ഈ ബേസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. ഇനി നമുക്കറിയാം ഒരു സെറ്റിൻ്റെ ബേസ് കൗണ്ടബിൾ ആവുകയാണെങ്കിൽ ആ സ്പേസിനെ നമ്മൾ സെക്കൻഡ് കൗണ്ടബിൾ എന്നാണ് പറയാം. സോ ഇവിടെ ആർ യു എന്ന് പറഞ്ഞ സ്പേസിൻ്റെ ബേസ് കൗണ്ടബിൾ ആയ കാരണം ആ സ്പേസിന് നമുക്ക് സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറയാം. ദസ് ദ സ്പേസ് ആർ യു ഇസ് സെക്കൻഡ് കൗണ്ടബിൾ സിൻസ് എ സെറ്റ് ഓഫ് ഓൾ ഓപ്പൺ ഇൻറ്റർവൽസ് വിത്ത് റാഷണൽ എൻഡ് പോയിൻറ്റ്സ് ഫ്രം എ കൗണ്ടബിൾ ബേസ് ഫോർ യു. ഇപ്പോൾ യു എന്ന് പറഞ്ഞ ഒരു സെറ്റിന് കൗണ്ടബിൾ ബേസ് കിട്ടിയ കാരണം ആ സ്പേസിനെ നമ്മൾ സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു റിസൾട്ട് ഉണ്ട്, എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഇസ് സെപ്പറബിൾ. സോ സെക്കൻഡ് കൗണ്ടബിലിറ്റി ഇംപ്ലൈസ് ആ സ്പേസ് എന്ന് പറയുന്നത് സെപ്പറബിൾ ആണെന്ന്. സോ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും, സിൻസ് ആർ യു ഇസ് സെക്കൻഡ് കൗണ്ടബിൾ, ആർ യു ഇസ് സെപ്പറബിൾ. ഹെൻസ് സ്പേസ് ഓഫ് റിയൽസ് വിത്ത് യൂഷ്വൽ ടോപ്പോളജി ഈസ് സെപ്പറബിൾ. ഇതായിരുന്നു നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടിരുന്നത്. സ്പേസ് ഓഫ് റിയൽസ് വിത്ത് യൂഷ്വൽ ടോപ്പോളജി സെപ്പറബിൾ ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഇസ് എ സ്പേസ് ആൻഡ് വൈ സബ്സെറ്റ് ഓഫ് എക്സ്, prove that the closed subsets of y in the relative topology are precisely the intersection of closed subsets of x with y. അതായത് നമുക്കൊരു സ്പേസ് എക്സ് ഉണ്ട്, വൈ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഈ റിസൾട്ടിൽ പറയുന്നത് ദി ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് വൈ ഇൻ ദ റിലേറ്റീവ് ടോപ്പോളജി ആർ പ്രിസൈസ്ലി ദ ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് വിത്ത് വൈ. അതായത് നമുക്കിവിടെ രണ്ട് സ്പേസിൽ കൺസിഡർ ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞ സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടോപ്പോളജി ടോ ആണെന്ന് വിചാരിക്കുക. സോ നമുക്കൊരു എക്സ് ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്. വൈ സബ്സെറ്റ് ഓഫ് എക്സ് ആയത് കാരണം നമുക്കൊരു സബ് സ്പേസ് ടോപ്പോളജി അല്ലെങ്കിൽ റിലേറ്റീവ് ടോപ്പോളജി ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈ ടോ റിലേറ്റീവ് ടു വൈ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. സോ ഈ റിസൾട്ടിൽ പറയുന്നത് ഈ ചെറിയ സ്പേസിലെ ക്ലോസ്ഡ് സബ്സെറ്റുകളെയെല്ലാം നമുക്ക് എക്സ് ടോയിലെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഇൻ്റർസെക്ഷൻ വൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ റിസൾട്ടിൽ പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. അതിനെ ബേസ് ചെയ്ത് വരുന്ന 2 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ റിസൾട്ട് ഞാനിവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, പ്രൂഫ് എഴുതിയിട്ടില്ല അതെങ്ങനെയാണ് വരുന്നത്. അതായത് ഇവിടെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റ് വൈ എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് എ ക്ലോഷർ ഇൻ വൈ കണ്ടുപിടിച്ചാൽ മതി. അത് എ ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു എ ക്ലോഷർ ഇൻ എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അതാണ് ഈ റിസൾട്ടിൽ പറയുന്നത്. കാരണം ക്ലോഷർ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സബ്സെറ്റ്സ് കണ്ടെയ്നിങ് ആ സെറ്റ് അതാണല്ലോ. സോ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെറ്റ് വൈയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലോഷർ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ക്ലോഷർ ഇൻ വൈനെ ക്ലോഷർ ഇൻ എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ലെറ്റ് എക്സ് ടോ ബി എ ടോപ്പോളജിക്കൽ സ്പേസ് വിത്ത് ടോപ്പോളജി ടോ. ലെറ്റ് എ കോമ വൈ ബി സബ്സെറ്റ്സ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് വൈ, ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ സബ്സെറ്റ് ഓഫ് എക്സ്. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ വൈ സബ്സെറ്റ് ഓഫ് എക്സിന് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് വൈയിൽ നിന്ന് എടുക്കുകയാണ്. സോ എ സബ്സെറ്റ് ഓഫ് വൈ ആൻഡ് വൈ സബ്സെറ്റ് ഓഫ് എക്സ്. ലെറ്റ് എ ക്ലോഷർ ഇൻ വൈ ഡിനോട്ട് ദ ക്ലോഷർ ഓഫ് എ ഇൻ ദ സബ്സ്പേസ് ടോപ്പോളജി. സോ നമ്മുടെ സബ്സ്പേസ് ടോപ്പോളജിയിലെ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ക്ലോഷറാണ് എ ക്ലോഷർ ഇൻ വൈ. എ ക്ലോഷർ ഇൻ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ സെറ്റിൽ എക്സിൽ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ക്ലോഷർ. ഈ റിസൾട്ട് പ്രകാരം എ ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു എ ക്ലോഷർ ഇൻ എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 5 സെക്ഷൻ 1 പ്രൊപ്പോസിഷൻ 1.4 മുമ്പ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ റിസൾട്ട്. Hence,
Closed subsets of Y in the subspace topology are precisely the intersection of closed subsets of X with Y. അപ്പോൾ അതാണ് ഈ റിസൾട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് ഇതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. If B subset of Y, prove that whenever B is closed in X, it is also closed in Y, and that the converse holds if Y is closed in X. So, B എന്ന് പറഞ്ഞൊരു സെറ്റിനെ നമ്മൾ വൈയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ whenever B is closed in X, it is closed in Y. അതായത് വലിയ സെറ്റിൽ B ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ചെറിയ സെറ്റിലും ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ let B be a subset of Y. Suppose B is closed in X. അത് നമുക്ക് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നതാണ് B closed in X. നമുക്ക് കാണിക്കേണ്ടത് B closed in Y. By the previous result we have B closure in Y is equal to B closure intersection Y. അതായത് നമ്മൾ നേരത്തെ കണ്ട റിസൾട്ട് സബ്സ്പേസ് ടോപ്പോളജിയിലെ ക്ലോസ്ഡ് സബ്സെറ്റുകളെയെല്ലാം നമുക്ക് എക്സ് എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഇൻ്റർസെക്ഷൻ വൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത നൊട്ടേഷൻ എന്ന് പറയുന്നത് ബി ക്ലോഷർ ഇൻ എക്സ് ആണ്. ഇവിടെ ബി ക്ലോഷർ ഇൻ എക്സും അതുപോലെ ഇപ്പോൾ ബി ക്ലോഷർ ഇൻ ടോ ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ക്ലോഷർ, എക്സ് എന്ന് പറഞ്ഞ സെറ്റിൽ ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ക്ലോഷറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എ ക്ലോഷർ എന്ന് മാത്രമാണ് എഴുതാറ്, അല്ലെങ്കിൽ ബി ക്ലോഷർ അങ്ങനെ മാത്രമാണ് എഴുതാറ്. നമുക്ക് എപ്പോഴും ഈ ടോപ്പോളജി അല്ലെങ്കിൽ ആ സ്പേസിന് എപ്പോഴാണോ നമുക്കൊരു ഇമ്പോർട്ടൻസ് സ്ട്രെസ് ചെയ്യേണ്ടത് ആ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. സോ ബി ക്ലോഷർ ഇൻ എക്സ്, ബി ക്ലോഷർ ഇൻ ടോ എന്നൊക്കെ പറയുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ക്ലോഷർ ഇൻ എക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ആ റിസൾട്ട് പ്രകാരം നമുക്കുണ്ട് ബി ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ്റർസെക്ഷൻ വൈ. നമുക്ക് ബി ക്ലോസ്ഡ് ഇൻ എക്സ് ആയ കാരണം നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു ബി ക്ലോഷർ. ഒരു സെറ്റ് ക്ലോസ്ഡ് ആകുമ്പോൾ ആ സെറ്റ് ഈക്വൽ ടു ഇറ്റ്സ് ക്ലോഷർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഈ ബി എസ് ഈക്വൽ ടു ബി ക്ലോഷർ എന്നത് നമ്മുടെ ഈ റിസൾട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ബി ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ വൈ. ഇവിടെ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് വൈ ആണ്. സോ ബി ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് ബി തന്നെയായിരിക്കും. സോ വി ഹാവ് ബി ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു ബി. നമുക്കറിയാം നമ്മൾ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു ബി ക്ലോഷർ എന്ന് പറയണ പോലെ തന്നെ ഇവിടെ ബി ഈസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ വൈ എന്നാണ് കിട്ടിയത്. സോ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ബി ഈസ് ക്ലോസ്ഡ് ഇൻ വൈ. ബി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ആകുമ്പോൾ ബി ഈസ് ഈക്വൽ ടു ബി ക്ലോഷർ എന്ന് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ബി ഈസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ വൈ എന്ന് കിട്ടുമ്പോൾ ബി ഈസ് ക്ലോസ്ഡ് ഇൻ വൈ എന്ന് കിട്ടി. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് ബി ക്ലോസ്ഡ് ഇൻ എക്സ് ആണെങ്കിൽ ബി ഈ ചെറിയ സെറ്റിലും ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കേണ്ടതുണ്ടായിരുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ കോൺവേഴ്സ്. We need to show that the converse holds only if y is closed in x. അതായത് നമുക്ക് ബി എന്ന് പറഞ്ഞത് ക്ലോസ്ഡ് ഇൻ വൈ ആണ്, വൈ എന്ന് പറഞ്ഞത് ക്ലോസ്ഡ് ഇൻ എക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ എക്സ് ആണെന്ന് കാണിക്കണം. ലെറ്റ് B closure and B closure in y denotes the closures of B in x and y respectively. Then by the previous result we have B closure in y is equal to B closure intersection y. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബി ക്ലോഷർ എന്ന് പറയുന്നത് ക്ലോഷർ ഓഫ് ബി ഇൻ എക്സ് ആണ്. സോ ആ റിസൾട്ട് പ്രകാരം നമുക്കുണ്ട് ബി ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ്റർസെക്ഷൻ വൈ. സപ്പോസ് ബി ഈസ് ക്ലോസ്ഡ് ഇൻ വൈ. അപ്പോൾ ബി ക്ലോസ്ഡ് ഇൻ വൈ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബി ഈസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ വൈ എന്ന് പറയാൻ പറ്റും. സോ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ബി ഈസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ്റർസെക്ഷൻ വൈ. ഇവിടെ ബി ക്ലോഷർ എന്ന് പറയുന്നത് ക്ലോഷർ ആയ കാരണം അത് ഒബ്വിയസ്ലി ഒരു ക്ലോസ്ഡ് സെറ്റാണ്. അതുപോലെ വൈ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ഇവിടെ നമ്മൾ നമ്മുടെ അസംഷൻ പ്രകാരം ബി ക്ലോസ്ഡ് ഇൻ വൈ ആയിട്ട് എടുത്തു, വൈ ക്ലോസ്ഡ് ഇൻ എക്സ് ആയിട്ട് എടുത്തു. സോ ഇവിടെ വൈ എന്ന് പറയുന്നതും ഒരു ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ് ആണ്. സോ B is equal to B closure in Y is equal to B closure intersection Y, which is the intersection of closed sets B closure and Y in X. X എന്ന് പറയുന്ന സ്പേസിൽ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ആണ് ബി ക്ലോഷറും വൈയും. സോ നമുക്കറിയാം ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ്, സിൻസ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ്. സോ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സുകളുടെ ഇൻ്റർസെക്ഷൻ എഗെയിൻ ഒരു ക്ലോസ്ഡ് സെറ്റാണ്. സോ since arbitrary intersection of closed sets is closed,
we have B is closed in X. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. B closed in Y, Y closed in X ആണെന്നുണ്ടെങ്കിൽ B is closed in X എന്നാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ബൈ യൂസിങ് ദ പ്രീവിയസ് റിസൾട്ട് ബി ക്ലോഷർ ഇൻ വൈ ഇസ് ഈക്വൽ ടു ബി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എക്സ് അങ്ങനെ ജസ്റ്റ് എഴുതിയിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ആ റിസൾട്ട് അവിടെ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു 2 വെയിറ്റേജിനൊക്കെയാണ് ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ റിസൾട്ടും കൂടി പ്രൂവ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട്. Now next question, let tau1 tau2 be topologies on a set X and A subset of X. If tau1 is weaker than tau2, how are A closure in tau1 and A closure in tau2 related to each other? So X എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള 2 ടോപ്പോളജീസ് ആണ് tau1 tau2. tau1 എന്ന് പറഞ്ഞത് tau2നേക്കാളും വീക്കർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് സോ എ ക്ലോഷർ tau1ഉം എ ക്ലോഷർ ഇൻ tau2ഉം തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് tau1 tau2 ബി ടോപ്പോളജീസ് ഓൺ എ സെറ്റ് എക്സ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് എക്സ്. സോ നമുക്കിവിടെ ഒരു സബ്സ്പേസ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലെറ്റ് tau1 റിലേറ്റീവ് ടു എ and tau2 relative to A be the subspace topology on A induced by tau1 and tau2 respectively. Given that tau1 is weaker than tau2, tau1 weaker than tau2 എന്ന് പറയുന്നത് which implies that tau1 is contained in tau2. Now we know that if tau1 is weaker than tau2, then tau1 relative to A is weaker than tau2 relative to A. ഇത് നമ്മളൊരു പ്രോബ്ലം ആയിട്ട് ചെയ്തേക്കുന്നതാണ്. So tau1 relative to A is weaker than tau2 relative to A implies that tau1 relative to A is contained in tau2 relative to A. Now we know that if X is a space and A subset of Y subset of X, then A closure in Y is equal to A closure in X intersection Y. നമ്മൾ പ്രീവിയസ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ട റിസൾട്ടാണ്. അതായത് ക്ലോസ്ഡ് സബ്സെറ്റ് ഇൻ ദ സബ്സ്പേസ് ടോപ്പോളജി ക്യാൻ ബി റിട്ടേൺ ആസ് ക്ലോസ്ഡ് സബ്സെറ്റ് ഇൻ X intersection Y. സോ ഈ റിസൾട്ട് നമ്മളിനിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ലെറ്റ് എ ക്ലോഷർ ഇൻ tau1 റിലേറ്റീവ് ടു എ ആൻഡ് എ ക്ലോഷർ ഇൻ tau2 റിലേറ്റീവ് ടു എ ഡിനോട്ട് ദ ക്ലോഷർ ഓഫ് എ ഇൻ ദ സബ്സ്പേസ് ടോപ്പോളജി tau1 റിലേറ്റീവ് ടു എ ആൻഡ് tau2 റിലേറ്റീവ് ടു എ റെസ്പെക്റ്റീവ്ലി. നമ്മളിവിടെ എ ക്ലോഷർ ഇൻ വൈ എന്ന് എടുക്കുന്നതിന് പകരം എ ക്ലോഷർ, കാരണം അവിടെ ഒരു സബ്സ്പേസ് ടോപ്പോളജി, ഇപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 2 ടോപ്പോളജീസ് tau1 tau2 ഉള്ളത് കാരണം തന്നെ 2 സബ്സ്പേസ് ടോപ്പോളജീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ tau1 റിലേറ്റീവ് ടു എ tau2 റിലേറ്റീവ് ടു എ എന്ന 2 സബ്സ്പേസ് ടോപ്പോളജിയിൽ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ക്ലോഷറിനെയാണ് എ ക്ലോഷർ ഇൻ tau1 റിലേറ്റീവ് ടു എയും എ ക്ലോഷർ ഇൻ tau2 റിലേറ്റീവ് ടു എയും ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ പ്രീവിയസ് റിസൾട്ട്, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ റിസൾട്ട് ഈ സബ്സ്പേസുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാം എ ക്ലോഷർ ഇൻ tau1 റിലേറ്റീവ് ടു എ ഇസ് ഈക്വൽ ടു എ ക്ലോഷർ ഇൻ tau1 ഇൻ്റർസെക്ഷൻ എ ആൻഡ് എ ക്ലോഷർ ഇൻ tau2 റിലേറ്റീവ് ടു എ ഇസ് ഈക്വൽ ടു എ ക്ലോഷർ ഇൻ tau2 ഇൻ്റർസെക്ഷൻ എ. സോ ഇവിടെ എ ക്ലോഷർ ഇൻ എക്സിനൊക്കെ പകരം നമ്മൾ എ ക്ലോഷർ ഇൻ tau1 എ ക്ലോഷർ ഇൻ tau2 എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ 2 ടോപ്പോളജീസ് ഉണ്ട്. സോ എക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പോളജിനേക്കാളും നമ്മൾ ആ ഡിനോഷനെ ഒന്ന്, ആ നൊട്ടേഷനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് എ ക്ലോഷർ ഇൻ tau1ഉം എ ക്ലോഷർ ഇൻ tau2 എന്നും യൂസ് ചെയ്യുന്നു. Now since tau1 relative to A is contained in tau2 relative to A, അതായത് നമ്മുടെ ഇക്വേഷൻ 2, we have A closure in tau1 relative to A is contained in A closure in tau2 relative to A. So A closure in tau1 relative to A നെയും A closure in tau2 relative to A, അതായത് നമ്മുടെ ഇക്വേഷൻ 3ഉം 4ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും A closure in tau1 intersection A is contained in A closure in tau2 intersection A, which implies that A closure in tau1 is contained in A closure in tau2. A closure tau1 contained in A closure tau2 implies എന്താണ്? A closure tau1 is weaker than A closure tau2. സോ നമുക്കിവിടെ ചോദിച്ചിരുന്നത് A closure tau1ൻ്റെയും A closure tau2ൻ്റെയും റിലേഷൻ എന്താണെന്നാണ്. സോ നമുക്ക് കിട്ടും A closure tau1 is weaker than A closure tau2. That's all. Thank you.